Next question. Design a DFA for which we are having two variables 0 and 1 and has a substring 0, 1. Okay. ഇനിയിപ്പം നമുക്ക് ഇവിടെ വന്നേക്കുന്നത് സബ്സ്ട്രിങ് 0, 1 ആണ് വന്നേക്കുന്നത്. Again, first we'll write the alphabets 0, 1. We can write the language. Language എന്ന് പറയുമ്പോൾ സബ്സ്ട്രിങ് ആണ് വരുന്നത്. സബ്സ്ട്രിങ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് തിങ് നമുക്ക് 0, 1 ഒരു സബ്സ്ട്രിങ് ആയിട്ട് വരാം, 0, 0, 1 ആയിട്ടുള്ള ഒരു സബ്സ്ട്രിങ് ആയിട്ട് വരാം, 1, 0, 1 ആയിട്ട് സബ്സ്ട്രിങ് വരാം, 0, 1, 0 ഒരു സബ്സ്ട്രിങ് വരാം, 0, 1, 1 ഒരു സബ്സ്ട്രിങ് വരാം, 1, 1, 1, 0, 1 അങ്ങനെ പല കോമ്പിനേഷൻ. അതായത് 0, 1 എന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we are trying to draw നമ്മുടെ സബ്സ്ട്രിങ്ങിൻ്റെ അക്സെപ്റ്റൻസ് കണ്ടീഷൻ എന്താണ്. ലെറ്റ്സ് ടേക്ക് എ സ്റ്റേറ്റ് Q0. 0 കൊടുത്താലും 1 കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മളുടെ DFAയുടെ അക്സെപ്റ്റിംഗ് കണ്ടീഷൻ. അതായത് വളരെ ബേസിലുള്ള അക്സെപ്റ്റിംഗ് കണ്ടീഷനാണ് ഇത്. അപ്പോൾ അതായത് എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ 0, 0, 1. അതായത് എത്ര 0 മുന്നേ വന്നു കഴിഞ്ഞാലും സാരമില്ല, അവസാനം 0, 1 വന്നേച്ചാൽ മതി, അല്ലെങ്കിൽ ഇടയിൽ വെച്ചിട്ട് 0, 1 വന്നേച്ചാൽ മതി. ഓക്കെ, 0, 0, 1 നടക്കുമല്ലോ. പിന്നെ നിങ്ങൾ ഓരോ ഇത് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിന് ഒരു 0, ഒരു 1ൻ്റെ ആരോ മാത്രമേ കാണുള്ളൂ കേട്ടോ. ഇനി 0, 0, 1 നമ്മളിവിടെ ചെയ്തു. 1, 0, 1 അതായത് എനിക്കിപ്പം 1 ആണെന്നുണ്ടെങ്കിലും അത് 0, 1 വെച്ചേച്ച് വരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോഴത്തേനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഗിവിങ് എ 1 ഹിയർ. അപ്പോൾ 1, 0, 1 ഫൈനൽ സ്റ്റേറ്റ് എത്തിയില്ലേ? അപ്പം ഇനിയിപ്പം നിങ്ങൾ നോക്കണം ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിൻ്റെയും വേരിയബിൾസ് സാറ്റിസ്ഫൈ ചെയ്ത്. ഓക്കെ, ഇവിടെ 2 എണ്ണമായി, ഇവിടെ 2 എണ്ണമായി. ഇനിയിപ്പോൾ ഇവിടെ ഒരു 0, 1 വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര 0യോ അല്ലെങ്കിൽ എത്ര 1 വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ? ഇല്ല. സോ വി ആർ ഗിവിങ് ഇറ്റ് ലൈക്ക് ദിസ്. ആദ്യം അക്സെപ്റ്റൻസ് കണ്ടീഷൻ വെച്ചേച്ച് ഓരോ ലാംഗ്വേജിൽ ഓരോ ഇൻഡിവിജ്വൽ കാര്യം വെച്ച് നിങ്ങൾ മാപ്പ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ബൈ ചാൻസ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങൾ മാപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഏതൊരു DFA വരച്ചു കഴിഞ്ഞാലും മേക്ക് ഷുവർ യു റൈറ്റ് യുവർ ടപ്പിൾ ഫോമാറ്റ്. ദിസ് സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ് del, Q, 0 and F. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് എഴുതണം. സിൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്, ഐ എം നോട്ട് റൈറ്റിംഗ് ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് വെരി കമ്പൽസറി ദറ്റ് യു ഷുഡ് റൈറ്റ് ഇറ്റ് ഡ്യൂറിങ് യുവർ എക്സാമിനേഷൻ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Our next question is construct a DFA where the set of strings which has the alphabets A, B is having a length greater than that of 2. This is a question where a length comes into scene. അത് 2 ആയിരിക്കണം, 3 ആയിരിക്കണം, 4 ആയിരിക്കണം, but not less than 2. We are having our alphabets A, B. The language can be anywhere, പക്ഷെ അത് 2 എണ്ണത്തിൽ തുടങ്ങണം. അതായത് A, BA, BB, AB, AAA, BAB എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അതിനിപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഫസ്റ്റ് വൺ, ഡ്രോ എ സ്റ്റേറ്റ് Q0. ഇറ്റ്സ് യുവർ സ്റ്റാർട്ട് സ്റ്റേറ്റ്. 2 കൂടുതൽ വന്ന എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. അതായത് 2 അതിൽ കൂടുതലോ, അതായത് എൻ്റെ എയുടെ ബിയുടെ കോമ്പിനേഷൻ ഒരെണ്ണമായി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യണം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന് റിജക്റ്റ് ചെയ്യണം. 2 കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഈ 2 ലെങ്ത് വന്നു കഴിഞ്ഞാൽ എത്ര A, B വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇഫ് ഐ ഹാവ് ഗിവൺ എ ലെങ്ത് A, ഇതിൻ്റെ ലെങ്ത് അല്ല, ഇഫ് ഐ ഹാവ് ഗിവൺ എ സ്ട്രിങ് A, അപ്പം ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 1 ആണ്. അപ്പം ഞാൻ A കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിൽക്കും? ഇത് Q1 നിൽക്കും. ഇപ്പം ഞാൻ AB കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പം AB അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം, നള്ളാണെന്ന് വിചാരിക്കാം. കണ്ടോ, മുന്നോട്ട് നീങ്ങുന്നില്ലല്ലോ. സോ അങ്ങനെയാണ് നമ്മൾ ലെങ്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ലെങ്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും നമുക്ക്
വേരിയബിൾസ് എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ട്രാൻസിഷൻ്റെ എണ്ണം, നമ്പർ ഓഫ് ട്രാൻസിഷൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇതൊരു കീ പോയിൻ്റ് ആണ്. നമ്പർ ഓഫ് ട്രാൻസിഷൻസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു കേസിൽ നമുക്ക് സബ്സ്ട്രിങ് ആണ് വന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കീ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് കംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു സബ്സ്ട്രിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് കംസ് ഇൻ ദി എൻഡ് അത് ശ്രദ്ധിക്കണം. അതിൻ്റെ ബിഫോർ വാട്ട് കംസ് ഹൗ എവർ ഇത് തന്നെ വെച്ച് അവസാനിക്കാവൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മേ ബി ലെറ്റ്സ് ചെക്ക് ഇൻ ടു വൺ മോർ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ DFA for L where X has odd number of ones. We are writing the alphabets, the accepting language. അതായത് ഈ ഒരു എക്സിന് ഓഡ് നമ്പർ ഓഫ് വൺസ് ആയിരിക്കും. അതായത് 1 വരാം, 0 1 വരാം, 0 1 1 1 വരാം, 0 0 1 വരാം, അങ്ങനെ വരാം. അതായത് 0 എത്ര വേണോ നമുക്ക് വരാം, 1 വരുമ്പോഴത്തേനും അത് ഓഡ് നമ്പർ തന്നെ ആയിരിക്കണം. ലെറ്റ് us take a state Q0. ഓക്കെ, Q0യിൽ ഇപ്പം എനിക്കൊരു 0 വന്നു എന്ന് വിചാരിക്കുക. 0 വന്നു എന്ന് വിചാരിക്കുക. 0 എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും അതെന്നെ ബോദർ ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, എക്സിൻ്റെ അകത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 3 5 7 9 ഒക്കെയാണ്. ലെറ്റ് us take a state Q1. എനിക്കൊരു 1 വന്നു എന്നുണ്ടെങ്കിൽ ഇതിവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ലേ? ഓക്കെ, ഇപ്പം എനിക്ക് 1 വന്നു എന്നുണ്ടെങ്കിൽ ഇതിവിടെ അക്സെപ്റ്റ് ചെയ്യും. 0 1 ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇത്ര എത്തി. ഇത് നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം Q0ൻ്റെ 2 എണ്ണം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ഇപ്പം എനിക്ക് വന്നു 0 1 0 വന്നു. അക്സെപ്റ്റ് ചെയ്യുമോ? ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുമോ? അതൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. 0 1 1 വന്നു. എനിക്ക് 1 ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് എൻ ഈവൻ നമ്പർ. സോ ബ്രിങ് ഇറ്റ് ബാക്ക് ഹിയർ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1 വരുമ്പോഴത്തേനും യെസ് ഇറ്റ് വിൽ അക്സെപ്റ്റ്. 0 1 വരുമ്പോഴത്തേനും അക്സെപ്റ്റ് ചെയ്യും. 0 1 1 1 കണ്ടോ? അക്സെപ്റ്റ് ചെയ്യും. 0 0 1 0 0 1 അക്സെപ്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഹൗ യു ആർ ഡൂയിങ് എ DFA. ഓർത്തോണം, DFA എന്ന് പറയുന്നത് കൂടുതലും ഒരു ട്രയൽ ആൻഡ് എറർ ആണ് വരുന്നത്. ഒരിക്കലും നമ്മൾ പഠിച്ച അതേ സാധനം ആയിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലോജിക്കാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എഗെയിൻ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് the tuples Q is set of input alphabets Q0 and F. ഇവിടെ F എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് Q1 ആണ്, Q0 ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഡെൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്കറിയാം Q0 0 ആയിട്ടും Q0 1 ആയിട്ട് Q1 0 ആയിട്ടും Q1 1 ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും Q0 വരും, Q1 വരും, Q1 വരും, Q0 വരും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മിനിമൽ DFA ആണ്. സോ മിനിമൽ DFA എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സിൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു എന്നുള്ളൊരു ഉദ്ദേശമാണ് മിനിമൽ DFAക്ക് ഉള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി വാട്ട് ഇസ് ദ സ്ട്രിംഗ് ലെങ്ത് ആൻഡ് വാട്ട് ആർ ദി നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ആർ ദാറ്റ് വി യൂഷ്വലി യൂസ് ഇൻ എ DFA എന്നുള്ളതാണ് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കാൻ പോകുന്നത്. സോ ഇപ്പം എനിക്ക് എൻ്റെ സ്ട്രിംഗ് ലെങ്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കണം എന്നുണ്ടെങ്കിൽ, if my length is 2, the number of states will be n+2. That is 4 states നമുക്ക് വേണ്ടി വരും. If my string is greater than or equal to 2, n+1, 3 states ആയിരിക്കും നമുക്ക് ആവശ്യം വരിക. If my string is less than or equal to 2, n+2 again 4 states വേണ്ടി വരും. ഇതൊരു ജസ്റ്റ് ഒരു ഫോർമുലയാണ്, മനസ്സിൽ വെച്ചാൽ മാത്രം മതി. Now let's construct a minimal DFA. It will accept the set of strings over a comma b where the modulus 2, the string modulus 2 is equal to 0. That's nothing but it accepts even length. അത് നിങ്ങൾ ഓർത്തോണം. ഇത് mod 2 is equal to 1, it denotes odd length. Alright, let's solve the question. Next, നമ്മളുടെ ഇൻപുട്ട് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് a, b ആണ്. Our languages will be AB, AA, BA, BB. Then it goes to the
4 എന്താ ലെങ്ത് സ്ട്രിങ്സ് എ എ എ എ ബി ബി എ ബി എന്നും പറഞ്ഞുകൊണ്ട് ഇത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും ലെറ്റ്സ് ടേക്ക് എ സ്റ്റേറ്റ് Q0 ഇൻപുട്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, എനിക്ക് ഏതൊരു 1 ഇതുള്ള ആൽഫബറ്റ് വന്നു കഴിഞ്ഞാലും ഇറ്റ് ഷുഡൻറ്റ് അക്സെപ്റ്റ്. 2 വന്നാലോ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യണം. ഇനീഷ്യലി വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് നമ്മളൊരു സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കും. ഡിഫറെൻറ്റ് കളർ. നമ്മളൊരു സ്റ്റേറ്റ് ഇങ്ങനെ കൊടുക്കും. അപ്പം ഇതിപ്പം ഈവൻ നമ്പേഴ്സ് അല്ല 2 ലെങ്ത് ഉള്ളതിനെ ഇത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 3 റിജക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മേ ബി വിൽ ഗിവ് ഇറ്റ് ലൈക്ക് ദിസ് അല്ലേ, A, B. അപ്പം 3 റിജക്റ്റ് ചെയ്യും, 4നെ അക്സെപ്റ്റ് ചെയ്യും, 5 റിജക്റ്റ് ചെയ്യും, 6നെ അക്സെപ്റ്റ് ചെയ്യും. സോ ദിസ് ഇസ് ഫൈൻ. പക്ഷേ വാട്ട് ആർ വി ഡ്രോയിങ്? വി ആർ ഡ്രോയിങ് എ മിനിമൽ DFA. മിനിമൽ DFA നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം മാക്സിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യരുത്, മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഈവൻ നമ്പേഴ്സ് വരുന്നതെല്ലാം ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി നമ്മളാക്കുക. വിച്ച് മീൻസ് ദിസ് ആക്ട്സ് as both the start state and the final state. അപ്പം കണ്ടോ, ഓഡ് നമ്പേഴ്സ് വരുന്നത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ഈവൻ നമ്പേഴ്സ് വരുന്നത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ദിസ് ഇസ് ഹൗ യു ഡ്രോ മിനിമൽ DFA. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, മറ്റേ DFA നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റുമോ? നോ പ്രോബ്ലം. പക്ഷേ ഇവിടെ മിനിമൽ എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ടും കൂടിയാണ് വി ആർ ട്രൈങ് ടു റിഡ്യൂസ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ്. Now let's move on to the next question. സോ ഇവിടെ നമ്മൾക്ക് കൊടുത്തേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ദാറ്റ് NA should be equal to 2, which means the number of A's in the string should be just 2. അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്കിപ്പോൾ A ഇവിടെ കിടന്നിട്ട് A എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാം, ബിക്കോസ് എണ്ണം 2 ആയിരുന്നാൽ മതി, അല്ലാണ്ട് അടുത്തടുത്തത് കിടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ വാട്ട് വി ഡു, we are writing the alphabets is A, B, the language as A, okay, A, B, A, B, A, B, A, B, A, B, A. കണ്ടോ, ഇതൊക്കെ പോസിബിൾ ലാംഗ്വേജസ് ആണ്. ഫസ്റ്റ് മേ ബി ലെറ്റ്സ് ഡ്രോ ദി DFA. ദി മിനിമൽ DFA എന്നുള്ളത് നമുക്ക് സെക്കൻഡ് തിങ് ആണ്. ലെറ്റ്സ് ഡ്രോ ദി DFA ഫസ്റ്റ്. Q0 ഇനീഷ്യൽ സ്റ്റേറ്റ്, ഒരു A എനിക്ക് കിട്ടി. Q1 അടുത്ത A എനിക്ക് കിട്ടി. Q2 ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇനി A വരുമ്പോഴത്തേനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? A വന്നു, എത്ര B ഇതിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാലും വിൽ ദാറ്റ് ബി എ പ്രോബ്ലം? നോ. സോ A വന്നു, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്തു. A B കുഴപ്പമില്ലല്ലോ, ഇതുവരെ കറക്റ്റ് അല്ലേ? ഇനി B A എത്ര B വന്നു കഴിഞ്ഞാൽ എനിക്ക് A കിട്ടിയാൽ മതി. B A B A ഓക്കെ. ഇനി ഇനിയിപ്പം എനിക്ക് ഒന്നുകൂടി A വന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ B A ഇതൊക്കെ ഓക്കെയാണ്. ഇനി അടുത്ത് ചിലപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു 3 A's എനിക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 2A വരരുത്, വരാൻ മാത്രമേ ചെയ്യാവൂ എന്നുള്ള കണ്ടീഷൻ അല്ലേ? അപ്പം സോ ഇവിടെ നമുക്കിപ്പോൾ അക്സെപ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഡൺ. ലെറ്റ് us now check the reject condition. What are the reject condition? A എന്ന് പറയുന്നത് it can be zeros, it can be ones, it can be threes, it can be fours, etc. 0A വന്നു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല, കാരണം B മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല. 1A വന്നു കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. 3A വന്നു കഴിഞ്ഞാലോ? 1 2, മൂന്നാമത്തെ A എവിടെ പോകും? ഇവിടെ പോയി കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് ഒരു രീതിക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. സോ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ മേക്കിംഗ് എ ഡെഡ് സ്റ്റേറ്റ്. ലെറ്റ് us see Q3.
എന്നിട്ട് ഇവിടെ അത് കഴിഞ്ഞ് എത്ര എ ബിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോലും പാടില്ല. ഇതാണ് നമ്മളുടെ DFA നമ്മൾ എഴുതുന്നത്. അതായത് ആദ്യം അക്സെപ്റ്റ് കണ്ടീഷൻ പിന്നെ റിജക്റ്റ് കണ്ടീഷൻ എഴുതണം. അതിന് ക്വസ്റ്റ്യൻ ശരിക്കും അനലൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ഹാവ് ടു റൈറ്റ് ദി ടപ്പിൾ ഫോമാറ്റ് ഓൾസോ. Hope so you understood this question.